രാമനാമ ജപങ്ങളാൽ രാമായണ മാസത്തെ വിശ്വാസികൾ വരവേറ്റു കഴിഞ്ഞു. ഈ പെരുമഴക്കാലത്തും രാമായണ മാസത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും വിശ്വാസത്തെയും നെഞ്ചേറ്റിയാണ് ഓരോ മലയാളികളും ഈ പുണ്യമാസത്തെ വരവേൽക്കുന്നത്. രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടകം പിറക്കുന്നതിന് തലേന്നാൾ തന്നെ വിശ്വാസികൾ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. വീടിനകവും പരിസരങ്ങളും വൃത്തിയാക്കി തിന്മയുടെ പ്രതീകമായ ചേഷ്ടയെ പുറത്താക്കുന്നതാണ് പ്രധാന ചടങ്ങ്. നന്മയുടെ പ്രതീകമായ ശീഭൂതിയെ അകത്ത് കുടിയിരുത്തിക്കൊണ്ടാണ് ഓരോ മലയാളിയും കർക്കടകത്തെ വരവേൽക്കുക. ഉമ്മറത്ത് അഷ്ടമംഗല്യം, ഓട്ടുകിണ്ടിയിൽ ജലം, അരിയുടെ നിറനാഴിക, ദശപുഷ്പം എന്നിവ ഒരുക്കും. ഭഗവതിയെ ഭവനങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് ഔഷധ ഗുണങ്ങളുള്ള ദശപുഷ്പങ്ങൾ ഒരുക്കിയാണ്. ഓരോ പുഷ്പങ്ങളും ഓരോ ദേവീദേവന്മാരെ പ്രതിനിധീകരിക്കുന്നുവെന്നതാണ് സങ്കല്പം. കറുക ആദിത്യൻ, ഉഴിഞ്ഞ ഇന്ദ്രൻ, ഭുവാം കുറുനില ബ്രഹ്മാവ്, മോക്ഷമി കാമദേവൻ, കയ്യോനി മഹാലക്ഷ്മി, നിലപ്പന ശിവൻ, കൃഷ്ണക്രാന്തി വിഷ്ണു, മുക്കുറ്റി പാർവതി, ചെറുള യമൻ, തിരുതാളി കൃഷ്ണൻ എന്നിവയാണ് ദശപുഷ്പങ്ങളായി സങ്കല്പിക്കുന്നത്. വിളക്ക് കൊളുത്തി ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതാണ് കർക്കിടക മാസത്തെ പ്രധാന ചടങ്ങ്. ഉമ്മറത്തൊരുക്കുന്ന നിലവിളക്കിന് മുന്നിലാണ് പ്രായഭേദമന്യേയുള്ള രാമായണ പാരായണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമ. തോരാതെ പെയ്യുന്ന മഴയും മഴക്കാറുമായി പ്രകൃതിയെ ഇരുട്ടിലേക്ക് വലിച്ചെറിയുന്ന മാസമായാണ് കർക്കിടകം അറിയപ്പെടുന്നത്. എന്നാലും പഴമയുടെ പുണ്യം നിറഞ്ഞ സങ്കല്പങ്ങൾ ഇന്നും തനിമ ചോരാതെ തലമുറകളായി തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്നതാണ് രാമായണ മാസത്തെ ഭക്തിസാന്ദ്രമാക്കുന്നത്. ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.